കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിളമ്പി നൽകുകയാണ്. തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത്. അശോകൻ എന്ന ഒരു സുമൻസാണ് ഇതിന് നേതൃത്വം നൽകി വരുന്നത്. താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടായത് മുതൽ തന്നെ ഏകദേശം 19 വർഷത്തോളമായിട്ട് ഉച്ചഭക്ഷണ വിതരണം വളരെ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. രോഗികൾക്കൊക്കെ ഇത് അനുഗ്രഹമാണ്. പെട്ടെന്നാണ് പല രോഗികളും ഇവിടെ അഡ്മിറ്റ് ആവാനൊക്കെ എത്തുന്നത്. പാത്രങ്ങൾ പോലും അവരുടെ കൈകളിൽ ഉണ്ടാവാറില്ല. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ കൂട്ടായ്മ അവർക്കൊക്കെ ആവശ്യമായ പാത്രങ്ങൾ നൽകുന്നുണ്ട്. ലയൺസ് ക്ലബ്ബ് വിദ്യാനഗറിൻ്റെ നേതൃത്വത്തിലാണ് അവരും എല്ലാ ശനിയാഴ്ചകളാണ് ഭക്ഷണം നൽകുന്നത്. വർഷങ്ങളായിട്ട് അവരിവിടെ ഈ പാവപ്പെട്ട രോഗികൾക്ക് ജനറൽ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഭക്ഷണ വിതരണം നടത്തി വരുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രമാണ് ജനറൽ ഹോസ്പിറ്റൽ. സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആസ്പത്രി കൂട്ടായ്മയുടെയൊക്കെ സഹായങ്ങൾ അവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് സുശീല. ഞാനിവിടെ വിദ്യാനഗറിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളായിട്ടുള്ള ഞങ്ങൾക്ക് ആരുമില്ല ഹെൽപ്പ് ആക്കാനായിട്ടൊന്നും. അങ്ങനെയായിട്ട് എൻ്റെ ഭർത്താവിന് പണിയെടുക്കുന്ന സ്ഥലത്തു നിന്ന് തിരക്ക് കൊണ്ടിട്ട് അഡ്മിറ്റ് ആയതാണ്. ഇപ്പോൾ ഓപ്പറേഷനായിട്ട് മുകളിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒന്നിനും പൈസ ഇല്ലായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങ് വന്നതാണ്. അങ്ങനെയായിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് കുറേ ഭക്ഷണത്തിനും അങ്ങനെയായിട്ട് കുറേ ആൾക്കാരോട് ഞങ്ങൾക്ക് ഹെൽപ്പായിന്. ബ്ലഡിനൊക്കെ കുറേ ഹെൽപ്പായിട്ട് ഭക്ഷണത്തിനോ ഏതിനോ ആട്ടെ ഇവിടുന്ന് കുറേ ഹെൽപ്പായി. ഞങ്ങൾക്ക് മെല്ലനെ ഓപ്പറേഷനായി നല്ല രീതിയിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് കൊണ്ട് വർത്തമാനം പറയുന്നുണ്ടാണെങ്കിൽ പിന്നീട് ഭക്ഷണം ഇവിടെ കിട്ടുന്നതിൽ ഭയങ്കര ഉപകാരമുണ്ട് ഞങ്ങൾക്ക്. അതിൽ എൻ്റെ പിള്ളേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അധികം കൊടുക്കുന്നുണ്ട്. ഭയങ്കര നന്ദിയുണ്ട്. ഒരുപാട് ഡയാലിസിസ് രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുണ്ട്. പല ആശുപത്രികളിൽ നിന്നും തിരിച്ചയച്ച ക്യാൻസർ രോഗികളടക്കം ഇവിടെ കീമോക്ക് മറ്റുമായിട്ട് എത്താറുണ്ട്. അപ്പോൾ ഡയാലിസിസ് രോഗികൾക്കും ഉച്ചഭക്ഷണം സൗജന്യമായിട്ടാണ് ഇവിടുന്ന് നൽകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് ജനറൽ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചിട്ട് പാവപ്പെട്ട രോഗികൾക്ക് നടത്തി വരുന്നുണ്ട്. ആരും കൂട്ടിനില്ലാത്ത രോഗികളെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് പരിപാലിക്കുന്നത്. ജനമൈത്രി പോലീസ് മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ ആരുമില്ലാത്ത രോഗികളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെ വാർഡുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം രോഗികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആശുപത്രിയിലെ ജീവനക്കാരാണ്. ഞാനിവിടെ ചാരിറ്റി വളണ്ടിയറായിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം രോഗികളെ സഹായിക്കാനും ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതല കൂടി എനിക്കുണ്ട്. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളൊക്കെ സഹായത്തോടെ ആസ്പത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സഹായ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി വരാറുണ്ട്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.